കഴിഞ്ഞ ദിവസം ആക്ടർ ബാല ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ മോള് ആണ്, എനിക്ക് മോളെ കാണാനുള്ള അവകാശമുണ്ട്, എനിക്കെന്താ മോളെ കാണണ്ടേ എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മകള് പാപ്പു, 12, പാപ്പു എന്നാണ് എല്ലാവരും വിളിക്കുന്നത്, 12 വയസ്സാണ് ആ കുട്ടിയുടെ പ്രായം. അപ്പോൾ ആ കുട്ടി അതിനൊരു റിപ്ലൈ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി എന്താ പറഞ്ഞതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്നിട്ട് എനിക്ക് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് പറയാം. സോ ബേസിക്കലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഫാദറിനെ പറ്റിയാണ്. ഈ ഒരു കാര്യം പോലും ഇല്ല. ആക്ച്വലി സ്പീക്കിംഗ്, എനിക്ക് ലവ് ചെയ്യാൻ, എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല. അത്രയും എന്നെയും എന്റെ മദറിനെയും എന്റെ അമ്മാവിനെയും എന്റെ ആന്റിനെയും ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ലൈക്ക് he would come home drunk and just actually like start beating my mother. എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവും. ഒരു റീസണും ഇല്ല. പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എന്റെ മദറിനെ വെറുതെ തല്ലിക്കൊണ്ടിരിക്കും. ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടില് എന്റെ മുഖത്തേക്ക് എറിയാൻ ലൈക്ക് ചെയ്തു. അപ്പൊ എന്റെ മദർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ശരിക്കും എങ്കിലും ഇടിച്ചാന്. ഇവിടെ എന്റെ മദർ ഉള്ളതുകൊണ്ട് കൈവച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്കൊന്നും നടക്കാണ്ടിരുന്നത് തന്നെ. കുറച്ചു ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കില്ലേ റൈറ്റ് എന്റെ ഫാദറിനെ കാണാൻ. എനിക്ക് കാണണ്ട. എനിക്ക് ലിറ്ററലി ഐ ഡോണ്ട് വോണ്ട് ടു സീ യുവർ ഫേസ്. ഇറ്റ്സ് ലിറ്ററലി എനിക്ക് സംസാരിക്കണ്ട, എനിക്ക് കാണണ്ട. ആൻഡ് ഇഫ് യു ലവ് മീ സോ മച്ച്, ഇവര് എല്ലാ ഇന്റർവ്യൂലും പറയാറുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കോള് തന്നിട്ടുണ്ടോ? ഒരു കോള്, അല്ലെങ്കിൽ കോള് വേണ്ട, എന്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ, ഒരു ഗിഫ്റ്റ്, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒറ്റ സാധനം പോലും ഇല്ല. പിന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിക്ക് ആയിരുന്നപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്തോ ലാപ്ടോപ്പും ഡോറാഡോളും ഒക്കെ ചോദിച്ചെന്ന്. എന്തിനാ ഞാനത് ചോദിക്കണേ? എനിക്ക് നിങ്ങളുടെ ഒരു സാധനവും വേണ്ട. ഞാൻ അങ്ങനെ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. ആൻഡ് ഇൻഫാക്ട് ഞാൻ അവിടെ പോയത് തന്നെ എന്റെ മദർ പറഞ്ഞിട്ടാണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോകാൻ ഒറ്റ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് കാണാനോ സംസാരിക്കാനോ ഒരു കാര്യം ചെയ്യാനോ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ജസ്റ്റ് പ്ലീസ് ലീവ് മൈ ഫാമിലി അലോൺ. അതായത് നമ്മൾ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ നമ്മുടെ ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുന്നത്, ഒരു കുട്ടിയുടെ സ്വഭാവം രൂപപ്പെടുന്നത് അത് ജനിച്ച് 4 വയസ്സിനുള്ളിലാണെന്നാണ്. അപ്പോൾ ഈ 4 വയസ്സിനുള്ളിൽ അതിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമാണോ സംഭവിക്കുന്നത് അതിനനുസരിച്ചാണ് പിന്നീട് ഈ കുഞ്ഞുങ്ങളുടെ സ്വഭാവം രൂപപ്പെട്ടു വരിക. വലുതാകുമ്പോൾ അതെങ്ങനെയായി തീരും എന്നുള്ളത് ഈ പ്രായത്തിൽ തന്നെ അവിടെ അതിൻ്റെ സ്വഭാവം രൂപപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഈ ചെറിയ പ്രായത്തിൽ, അതായത് 3 വയസ്സിനുള്ളിലാണ് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും അവർ സെപ്പറേറ്റ് ആവുന്നതൊക്കെ ആ പ്രായത്തിനുള്ളിലാണ്. അപ്പം ഈ കുട്ടി ഈ കുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് പലരും വന്ന് പറയുന്നുണ്ട്, 3 വയസ്സിൽ സംഭവിച്ച കാര്യം എങ്ങനെ ഓർത്തിരിക്കുന്നതെന്ന്. അത് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന കാര്യങ്ങളൊന്നും അല്ല അതിന് ഓർമ്മയുണ്ടാവുക. അതിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആ പ്രശ്നങ്ങൾ, അതായത് അഭീകരമായ ചില നിമിഷങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായി സന്തോഷിച്ചതാണെങ്കിൽ ചിലപ്പോൾ അതും. അപ്പോൾ ആ ഭയങ്കരമായി പേടിച്ചതോ വിഷമിച്ചതോ ആയ നിമിഷങ്ങളായിരിക്കും അതിന് ഓർമ്മയുണ്ടാവുക. അപ്പോൾ ഈ ഗ്ലാസ് വെച്ചെറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ ഗ്ലാസ് വെച്ചെറിഞ്ഞ ആ നിമിഷം, ആ ഒരു സംഭവം മറന്നിട്ടുണ്ടാവില്ല. അത് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ടാവും. അതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. അതായിരിക്കും അത് പറയുന്നുണ്ടാവുക. പിന്നെ കോടതിയിൽ നിന്ന് വലിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ മോശം ഒരു രീതിയിലാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പം നമ്മൾ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയാൽ പോലും കുട്ടികളുടെ കാര്യത്തിന് അവർ ഒരുമിച്ച് നിൽക്കുന്നത് സ്കൂളിലത്തെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക്. പാരൻസ് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ രണ്ടാളും ഒരുമിച്ച് വരുന്ന പോലെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ബാലയുടെ കേസിൽ അമൃത പറയുന്നതനുസരിച്ചാണെങ്കിൽ അവരുടെ കോടതി വിധി തന്നെ ഉള്ളത് കുട്ടിയുടെ കല്യാണ ആവശ്യങ്ങൾക്ക് പോലും ഇവർ പൈസയ്ക്ക് ബാലയുടെ അടുത്ത് പോവില്ല. അങ്ങനെയാണെങ്കിലാണ് കുട്ടിയുടെ കസ്റ്റഡി ബാലയ്ക്ക് സമ്മതമാവുള്ളൂ. അതല്ലെങ്കിൽ കുട്ടിയെ വിട്ടുതരൂല, കോമ്പൻസേഷൻ കൊടുക്കൂല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ കോമ്പൻസേഷൻ കിട്ടണം എങ്കിൽ കുട്ടിയെ തരൂല, കുട്ടിയെ തരുവാണെങ്കിൽ
കോമ്പൻസേഷൻ തരില്ല. ഈ രീതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്യൂച്ചറിലേക്ക് പോലും ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ലാത്ത അച്ഛന് ഇപ്പം പെട്ടെന്ന് മകളോട് എന്താണ് ഇങ്ങനെ സ്നേഹം തോന്നിയത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ലൈഫിൽ കുറേ നാൾ കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ, ഈ ഉള്ളതൊന്നും അല്ല ജീവിതം, നമ്മുടെ കുട്ടികളും വീടും ഒക്കെ തന്നെയാണ് വലുതെന്ന് മനസ്സിലാവുന്നൊരു സമയമായിരിക്കും. എന്തായാലും കുറച്ച് നാൾ ഹോസ്പിറ്റലിൽ കിടന്നു. വളരെ ക്രിട്ടിക്കലായ ഒരവസ്ഥയിൽ മകളും മുൻ ഭാര്യയും കാണാൻ ചെന്നതിന് ശേഷമാണ് ബാല മനസ്സിലാക്കുന്ന മോൾക്ക് ഇഷ്ടമുണ്ടെന്ന്. ആക്ച്വലി മോൾക്ക് ഇഷ്ടം ഉണ്ടായത് കൊണ്ടല്ല, അമ്മയൊക്കെ നിർബന്ധിച്ചത് കൊണ്ടാണ് അത് പോയത്. അത് ഈ വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇതാണ്, നമ്മൾ അച്ഛനായതുകൊണ്ടോ അല്ലെങ്കിൽ അമ്മയായതുകൊണ്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ അവകാശങ്ങൾ, അതെൻ്റെ അവകാശമല്ലേ, മോളെന്ന് പറയുന്നത് എൻ്റെ അവകാശമല്ലേ, ഭിക്ഷയല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ബാല. പക്ഷേ നമ്മുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്തോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കൃത്യമായിട്ട് നമുക്ക് മകൾക്ക് വേണ്ടി ചെയ്യേണ്ട ഡ്യൂട്ടികൾ അച്ഛന് ചെയ്യാൻ സാധിച്ചിരുന്നോ? അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ മോളിങ്ങനെ പറയില്ല. അപ്പം നമ്മൾ ആ ഡ്യൂട്ടി കൃത്യമായി ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇവർ കാണാൻ സമ്മതിച്ചില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അതും ഒക്കെ ഓരോരോ വീഡിയോകളായിട്ട് അവർ പറയുന്നുണ്ട്. അമൃതയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാൻ പറ്റാഞ്ഞത്, എന്തുകൊണ്ടാണ് പിന്നെ മോളെ കാണാൻ വിടാൻ പറ്റാതിരുന്നതെന്നുള്ള കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ കഴിവതും ഇത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിൽക്കേണ്ട ഇഷ്യൂ ആണ്. അതിങ്ങനെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വരുന്നതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ ഉൾപ്പെടെ എടുത്തിട്ട് ഇതിനെല്ലാം അഭിപ്രായം പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ അമൃതയാണെങ്കിലും അതിൻ്റെ ചെറിയ പ്രായത്തിൽ 20 ആ ഒരു പ്രായത്തിലാണെന്ന് തോന്നുന്നു കല്യാണം കഴിഞ്ഞത്. അതിനുശേഷം അത് അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട് അടുത്ത വീഡിയോയിൽ. അപ്പോൾ അതുമൊക്കെ അതായത് ഈ മദ്യപിച്ചിട്ട് ഒരാൾ ഉപദ്രവിക്കുക, അപ്പോൾ ആ മദ്യപിച്ചിട്ട് വരുന്ന ആൾ എങ്ങനെയാണ് വരുന്നത് വീട്ടിലേക്ക്, ഇനി അയാൾ എന്തെല്ലാം ചെയ്യുക എന്നൊക്കെയുള്ളൊരു പേടിയും വിഷമവും അതൊക്കെ അതിൽ കൂടി പോയ ഒരാൾക്കായിരിക്കും മനസ്സിലാവുള്ളൂ. അല്ലാത്ത ഒരാൾക്കത് മനസ്സിലാവണമെന്നില്ല. അത് അനുഭവിച്ച ഒരു സ്ത്രീക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവും. ഞാനത് അനുഭവിച്ചെന്നല്ല പറയുന്നത്, എനിക്കറിയാം ഒത്തിരി പേര് അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, ഈ നമ്മൾ എന്താ പറയുക, നമ്മൾ കുട്ടികൾ സ്നേഹിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെ സ്നേഹിച്ചോ, കുട്ടികളുടെ കാര്യം ചെയ്തോ എന്നും കൂടി ഒന്ന് ആലോചിക്കണം. ദയവേത് കുഞ്ഞുങ്ങളെ ഇതിനകത്തേക്ക് വലിച്ചിഴക്കാതിരിക്കുക, അതുങ്ങളെ വിഷമിപ്പിക്കാതിരിക്കുക. പിന്നെ ഈ കുട്ടികൾ വന്ന് മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് സിറ്റുവേഷനെ കൊണ്ടുപോകാതിരിക്കുക. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും.